അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു പരിപ്പ് താളിച്ചയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ? അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാമോളം പരിപ്പും പിന്നെ ഒരു തക്കാളി, 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിൽ നമുക്ക് ഒരു വിസിൽ അടിച്ചിട്ട് വാങ്ങി വെക്കാം. അതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും അതിലേക്ക് 3 വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് തേങ്ങ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് അരപ്പ് തയ്യാറാക്കി വരാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ട പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഒരു വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ പെട്ടെന്നാവുന്നതാണ്. അങ്ങനെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച പരിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ അത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഈ പരിപ്പ് താളിച്ച് ആക്കാനുള്ള. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പരിപ്പ് കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് താളിക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുക്, പിന്നെ ഒരു നുള്ള് ഉലുവ ഇടുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ 5-6 ഉണക്കമുളകും പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് താളിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.